കാൽ നൂറ്റാണ്ടായി ഇന്ത്യ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നാം കേട്ടത്. കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് അഥവാ മിസൈൽ ആക്രമണത്തിൽ ആണ് ഇത് സംഭവിച്ചത്. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഖാണ്ടാഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയി ജയിലിൽ കഴിഞ്ഞിരുന്ന കൊടും ഭീകരൻ, ഇയാളുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൊടും ഭീകരന്മാരെ മോചിപ്പിച്ചതിൽ തുടങ്ങി 2001 കാശ്മീർ നിയമസഭ ആക്രമണം, 2001 തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം, തുടർന്ന് നിരവധി ഭീകരാക്രമണങ്ങൾ, ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങൾ, 2016 നമ്മുടെ പത്താൻകോട്ട് സൈനിക താവളം ആക്രമിച്ചത്, അതുപോലെ 2019 പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹം ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയത് തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരകനായിരുന്നു ഈ അബ്ദുൾ റൌഫ് അസർ. ഈ അബ്ദുൾ റൌഫ് അസർ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറായിരുന്നു. ഇയാളുടെ ജ്യേഷ്ഠൻ മൗലാന മസൂദ് അസർ കൊടും ഭീകരനാണ്. ഇന്ത്യ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഇയാൾ ഉൾപ്പെടുന്ന മറ്റ് 3 ഭീകരരെ കൂടെ, ഇയാളെ കൂടാതെ 3 ഭീകരരെ കൂടെ മോചിപ്പിക്കാനാണ് 1999 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം A814 എന്ന വിമാനം റാഞ്ചി ഖാണ്ടാഹാറിലേക്ക് ഈ റൌഫ് അസറിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയത്. അന്ന് ആ വിമാനത്തിൽ 155 യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ ജീവൻ വെച്ച് വിലപേശിയാണ് ഇയാൾ തൻ്റെ സഹോദരനടക്കം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്നത്തെ തലവൻ മൗലാന മസൂദ് അസർ അടക്കമുള്ള 4 ഭീകരരെ മോചിപ്പിച്ചത്. അന്ന് തുടങ്ങി ഇന്നുവരെ ഇയാൾ, ഈ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇയാൾ നിരവധി ഭീകരാക്രമണങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ഏറ്റവും ഒടുവിൽ ഈ പഹൽഗാമിലുണ്ടായ ആ സംഭവത്തിൽ പോലും ഈ റൌഫ് അസറിന് പങ്കുണ്ട്. തീവ്രവാദികളെ അടവെച്ച് വിരിയിക്കുന്ന ഫാക്ടറി, അതാണ് ഈ റൌഫ് അസറിൻ്റെ നേതൃത്വത്തിൽ, അയാളുടെ ജ്യേഷ്ഠൻ മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ തഴച്ചു വളർന്നത്. നമുക്കറിയാം, ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ബഹാവൽപൂരിലെ മർക്കസ് സുബാൻ അള്ള ക്യാമ്പസ് ആയിരുന്നു. ഈ ക്യാമ്പസിലാണ് ഈ പറയുന്ന റൌഫ് അസറും അതുപോലെ മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവും അടക്കമുള്ള 10 കുടുംബാംഗങ്ങൾ ഒളിച്ചു താമസിച്ചിരുന്നത്, അവിടെ സുരക്ഷിതരായിട്ട് കഴിഞ്ഞിരുന്നത്. ഒപ്പം 4 അനുയായികൾ വേറെയും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ വാർത്ത ഏറ്റവും ഒടുവിലാണ് പുറത്തു വന്നത്. റൌഫ് അസർ കൊല്ലപ്പെട്ടെന്ന വാർത്ത, റൌഫ് അസറിനെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിലാണ് പുറത്തു വന്നത്. അതിനു മുമ്പ് മസൂദ് അസറിൻ്റെ സഹോദരിയും ഭർത്താവും ഒക്കെ മരിച്ച വാർത്ത പുറത്തു വന്നെങ്കിലും റൌഫ് അസറിൻ്റെ മരണവിവരം പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നില്ല. അത് ഇന്നലെ വൈകിയാണ് അവർ പുറത്തുവിട്ടത്. അതിലൂടെ നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. 25 വർഷത്തിലധികമായി, 1/4 നൂറ്റാണ്ടിലധികമായിട്ട് ഭാരതം തേടിക്കൊണ്ടിരുന്ന, തലയ്ക്ക് ഇനാം പറഞ്ഞിരുന്ന, നിരന്തരം ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ച ഒരു കൊടും ഭീകരനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനായി എന്ന കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം. എന്തായാലും UN രക്ഷാസമിതി അടക്കം ആഗോള ഭീകരന്മാരുടെ പട്ടിക ഇറക്കിയപ്പോൾ അതിനുള്ളിൽ ഇടം പിടിച്ച ആളാണ് ഈ റൌഫ് അസറും അതുപോലെ മസൂദ് അസറും ഹാഫിസ് സയ്യിദും ഒക്കെ. ഈ 2008 മുംബൈ ആക്രമണത്തിലും ഹാഫിസ് സയ്യിദിൻ്റെ വലം കൈയായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളാണ് റൌഫ് അസർ. മസൂദ് അസറിന് പുറമെ ഇന്ത്യക്ക് വലിയ നാശം വിതയ്ക്കണം, കടുത്ത ഇന്ത്യ വിരോധത്തിൽ കഴിയുന്ന ആളാണ് മസൂദ് അസറിനെ പോലെ തന്നെ അനുജൻ റൌഫ് അസറും. ഈ അബ്ദുൾ റൌഫ് അസർ എന്ന പേര് ഒരു കാലത്ത് കാശ്മീരിലെ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ വലിയ ഹരമായിരുന്നു. ഇന്ന് അതിനെല്ലാം അറുതിയായിരിക്കുന്നു. ഈ ഭീകരപ്രവർത്തനത്തിലേക്ക് പോകാത്ത ചെറുപ്പക്കാർ ഇന്ന് മുഖ്യധാരയിലേക്ക് മടങ്ങി വന്ന് ഇന്ത്യയുടെ ഒപ്പം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി ഇന്ത്യക്കൊപ്പം ചേർന്ന് ഇന്ത്യൻ മണ്ണിൽ, അതായത് ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മിതിക്കായി,
രാഷ്ട്ര പുരോഗതിക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നു. ഇത് മസൂദ് അസറിനോ അയാളുടെ അനിയൻ അബ്ദുൾ റൌഫ് അസറിനോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരെ സംബന്ധിച്ച് കാശ്മീർ ഏത് വിധേനയും ഇന്ത്യയിൽ നിന്ന് വിടുവിച്ച് കാശ്മീരിനെ സ്വന്തമാക്കണം, പാകിസ്ഥാനോടൊപ്പം ചേർക്കണം എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. ആ അജണ്ട ഇനി നടക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യം വന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പല അവസരങ്ങളും അവർ നോക്കി, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. ഒടുവിൽ പഹൽഗാമിൽ അവർക്കൊരു ചെറിയ പഴുത് കിട്ടി. അവിടെ കടന്നു കയറി ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തി 26 മനുഷ്യരുടെ, നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ കവർന്നു. എന്തായാലും ഇനി ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആ ഒരു ഭീകര സംഘടനയുടെ നട്ടെല്ലാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഈ റൌഫ് അസറിൻ്റെ മരണത്തോടുകൂടി ജെയ്ഷെ മുഹമ്മദ് വാസ്തവത്തിൽ ഈ മസൂദ് അസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മസൂദ് അസറിനേക്കാൾ കൂടുതൽ സംഘടനാപരമായ ഈ ഭീകര സംഘടനയെ ചലിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ഇത്തരം ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു ബുദ്ധി കേന്ദ്രമായിരുന്നു റൌഫ് അസർ, അബ്ദുൾ റൌഫ് അസർ. അത് ആ റൌഫ് അസറിൻ്റെ മരണത്തോടുകൂടി ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ തലച്ചോർ തകർന്നിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ അവർക്ക് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും അത് നടപ്പാക്കാനുമുള്ള ഒരു നേതൃത്വം ഇപ്പോഴില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഇന്ത്യയുടെ റഫേലിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ ഈ ബഹാവൽപൂരിൽ അടക്കം സിയാൽകോട്ടിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലുമുള്ള പാകിസ്ഥാനിലെ 4 ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകര ആസ്ഥാനങ്ങളും അതുപോലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ 5 ഭീകര ആസ്ഥാനങ്ങളും ആണ് തകർത്തത്. 21 കേന്ദ്രങ്ങൾ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 21 കേന്ദ്രങ്ങളെയും നമ്മുടെ മിസൈലുകൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അതിൽ 9 എണ്ണം തകർത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് എപ്പോൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും റൌഫ് അസറിൻ്റെ മരണത്തോടുകൂടി പാകിസ്ഥാനും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇനി ഈ സംഘടനകൾക്ക് എത്ര ആരോഗ്യത്തോടുകൂടി, എത്ര തൻ്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോകാനാകും എന്ന ചോദ്യമാണ് പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്നത്. വാസ്തവത്തിൽ ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്താൻ പാക് സൈന്യം വാർത്തെടുത്ത, അവർ പരിശീലിപ്പിച്ച കൊടും ഭീകരനാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കാശ്മീരിൻ്റെ വിമോചനം എന്ന് പറഞ്ഞ് ജീവിതം ആരംഭിച്ച, ഈ കണ്ടാഹാറിലേക്ക് വിമാനം റാഞ്ചിക്കൊണ്ടുപോകുന്ന കാലത്ത് ഇയാൾക്ക് വെറും 24 വയസ്സായിരുന്നു പ്രായം. ആ ചെറിയ പ്രായത്തിൽ പോലും ആരെയും കൊല്ലാനും എന്ത് ദുഷ്ടതരം ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെന്ന് പോലും പറയാൻ സാധിക്കില്ല, അത്ര കൊടും ഭീകരനാണ്, കുറ്റവാളിയാണ് ഈ അബ്ദുൾ റൌഫ് അസർ എന്ന ഈ ആൾ. അത് മസൂദ് അസറിൻ്റെ അനിയനായതുകൊണ്ട് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് ഭീകര പരിശീലനം, മതമെന്ന വിഷം കുത്തിവെച്ച് കൃത്യമായിട്ട് ഈ ജിഹാദി ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കൃത്യമായി പരിശീലിപ്പിച്ച് നിർമ്മിച്ച ഒരു സ്വത്വമാണ് ഈ പറയുന്ന ഈ മസൂദ് അസറും അതുപോലെ തന്നെ ഈ അബ്ദുൾ റൌഫ് അസറും ഒക്കെ. എന്തായാലും ആ തലവേദന എന്നേക്കുമായിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി റൌഫ് അസർ എന്ന പേര് ഒരിക്കലും നമുക്കൊരു തലവേദനയായി മാറില്ല, നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. അത് കൃത്യമായിട്ടും നമ്മുടെ സൈന്യത്തിന് ഉറപ്പുവരുത്താനായി.